2 കപ്പ് കുത്തരി എടുത്തിട്ടുണ്ട്. അരിയുണ്ട ഉണ്ടാക്കുന്നത് സാധാരണ കുത്തരി കൊണ്ടാണ് ഉണ്ടാക്കുക. ഇനിയിപ്പോൾ കുത്തരി കിട്ടാനില്ലെങ്കിൽ നമ്മൾ ചോറ് വയ്ക്കാൻ എടുക്കണ വെള്ള ടൈപ്പ് റൈസും കൊണ്ടും ഇത് ഉണ്ടാക്കാം. പക്ഷെ അരിയുണ്ടയുടെ ശരിക്കുള്ള ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ കുത്തരി തന്നെ എടുക്കണം. പിന്നെ വേണ്ടത് തേങ്ങയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ പകുതി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അത് ചെറിയ തേങ്ങയാണെങ്കിൽ 3/4 തേങ്ങ എടുക്കുക. അത്രയ്ക്ക് തന്നെ ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര ഞാനിവിടെ കത്തിയും കൊണ്ട് ചീമ്പി എടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് കത്തിയും കൊണ്ട് ചീമ്പി എടുക്കുന്നതാണ്. പിന്നെ കാഷ്നട്ട് വേണം, ഏലക്കായയുടെ പൊടി വേണം. ഇത് രണ്ടും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. കാഷ്നട്ട് ഞാനിവിടെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശർക്കര നമ്മൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്താലും അങ്ങനെ ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ ഒട്ടിയിരിക്കും. പക്ഷെ കത്തി കൊണ്ട് ചീമ്പി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് തേങ്ങയിലിട്ടിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ല എളുപ്പമായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ അരിയുണ്ട ആക്കാന്ന്. ഈ അരിയുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി നന്നായിട്ട് വറുത്തെടുക്കണം. അരി വറുത്തെടുക്കുമ്പോൾ എണ്ണയൊന്നും ഒഴിക്കണ്ട. നല്ല കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് അരി വറുത്തെടുക്കുക. അപ്പോൾ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അരി ഇടാം. അരി നന്നായിട്ട് കഴുകിയിട്ട് എടുക്കുക. ഇനി അരി നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അരി കടുക് പൊട്ടണ പോലെ സൗണ്ട് വരും. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞ് വരും. ഇതിങ്ങനെ എപ്പോഴും ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അല്ലെങ്കിൽ അരി നമുക്ക് എല്ലാനും ശരിക്കും മൊരിഞ്ഞ് കിട്ടില്ല. വറുത്തെടുക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ആകുമ്പോഴും കുറച്ച് അരി മൊരിയാനുണ്ടാവും. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് മൊരിച്ചെടുക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീനച്ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും. അപ്പോൾ ആ ചൂട് കൊണ്ട് ആ ബാക്കിയുള്ള അരിയൊക്കെ മൊരിഞ്ഞോളും. അല്ലെങ്കിൽ ഏറ്റവും ആദ്യം മൊരിഞ്ഞ അരിയൊക്കെയും കരിഞ്ഞു പോകും. അരിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം അരി വറുത്തെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാഷ്നട്ട് വറുത്തെടുക്കാം. ഈ ചൂടായ ചീനച്ചട്ടിയിലേക്ക് കാഷ്നട്ട് ഇടാം. കാഷ്നട്ട് വറുത്തെടുക്കുമ്പോൾ എണ്ണയൊന്നും ഒഴിക്കാണ്ട് വറുത്തെടുക്കുക. എണ്ണ ഒഴിക്കാണ്ട് നമ്മൾ നല്ല കട്ടിയുള്ള പാനിലിട്ടിട്ട് കാഷ്നട്ട് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ കാഷ്നട്ടിന് ശരിക്കും നമ്മൾ അടുപ്പിലൊക്കെ ഇട്ടിട്ട് കശുവണ്ടി ചുട്ടെടുക്കണ ആ സെയിം ടേസ്റ്റ് ആയിരിക്കും. ഈ കശുവണ്ടിയുടെ ഉള്ളിൽ എണ്ണയുണ്ട്. അപ്പോൾ ഈ എണ്ണയും കൊണ്ട് തന്നെ ഇതേപോലെ നമ്മൾ പാനിലിട്ടിട്ട് വറുത്തെടുക്കുമ്പോൾ ആ എണ്ണയും കൊണ്ട് തന്നെ കാഷ്നട്ട് മുരിഞ്ഞിട്ടും. അപ്പോൾ അതിനാ ചുട്ടെടുക്കണ കശുവണ്ടിയുടെ ടേസ്റ്റ് ആയിരിക്കും. കാഷ്നട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം കാഷ്നട്ടും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം വറുത്തെടുത്ത അരി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ വറുത്തെടുത്ത അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് പൊടിച്ചെടുക്കുമ്പോൾ നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കാണ്ട് ചെറുതായിട്ട് തരിയോടുകൂടി പൊടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നമ്മൾ ഉരുളിയിലേക്ക് ഇട്ടിട്ട് ഇടിച്ചിട്ടാണ് ഇത് സാധാരണ ഉണ്ടാക്കുക. അപ്പോൾ ഉരുളിയിലേക്ക് ഇട്ടിട്ട് ഇടിച്ചിട്ടുണ്ടാക്കുമ്പോൾ എല്ലാവരും നല്ല നൈസായിട്ട് പൊടിയില്ല. ഇടയ്ക്ക് ചെറുതായിട്ട് ഇങ്ങനെ തരി ഉണ്ടാവും. അങ്ങനെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ നന്നായിട്ട് പൊടിച്ചെടുത്താലും കുഴപ്പമില്ല. ഇനി അരിയുണ്ട മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു ബൗളെടുക്കുക. ഇതിലേക്ക് തേങ്ങ ചേർക്കുക. പൊടിച്ചെടുത്തേക്കണ ശർക്കര ചേർക്കുക. ശർക്കര ചേർക്കുമ്പോൾ കല്ലില്ലാത്ത ശർക്കര ആയിരിക്കണം ചേർക്കേണ്ടത്. ഇത് രണ്ടും കൂടിയിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ശർക്കരയും തേങ്ങയും കൂടിയിട്ട് നന്നായിട്ട് യോജിക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് കുറച്ച് സമയം കൂടുതലെടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം പോലെ ഉണ്ടാവും. എന്നിട്ട് ഇതിലേക്കാണ് നമ്മൾ ആ വറുത്ത് പൊടിച്ച് വെച്ചേക്കണ പൊടി ചേർക്കണത്.
ഇപ്പോൾ ശർക്കരയും തേങ്ങയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ആ വറുത്ത് പൊടിച്ച് വെച്ചേക്കണ അരി ചേർക്കാം. ഇത് ചേർക്കുമ്പോൾ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ചേർക്കരുത്. ഇനി അതിന് ആദ്യം പകുതി ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകമായിരിക്കണം. അപ്പോൾ ആദ്യം പകുതി ചേർത്തിട്ട് പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. എല്ലാവരും കൂടി ഒരുമിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് നമുക്ക് കയ്യിൽ ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേർക്കാം, ഒരു പകുതി ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. അപ്പോൾ ഇത് കുറച്ച് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പൊടിയോടിയും ചേർക്കാം. ഇനി രണ്ടാമതും കുഴയ്ക്കാം. ഞാൻ ആ വറുത്ത് പൊടിച്ച് വെച്ചേക്കണ പൊടി മുഴുവനും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അത് ഒറ്റയടിക്ക് മുഴുവനും ചേർക്കാണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്കായുടെ പൊടി ചേർത്തിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ചേക്കണ കാഷ്നട്ട് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ചേർക്കണ ശർക്കരയുടെയും തേങ്ങയുടെയും വെള്ളം കൊണ്ടാണ് ഈ പൊടി നമ്മൾ കുഴച്ചെടുക്കുന്നത്. ഇതിലേക്ക് വേറെ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കരുത്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് ഓരോ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക. ഇതേപോലെ ഉരുട്ടിയെടുക്കണം. ഇപ്പം അരിയുണ്ട റെഡി ആയിട്ടുണ്ട്. ഇത് ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ച വരെ ഈ ഉണ്ട കേടാവാതിരിക്കും. ഇതിലേക്ക് നമ്മൾ ആ പച്ചത്തേങ്ങ ചേർത്തേക്കണതിനും നമ്മൾ അവലോസുണ്ടയ്ക്ക് വെക്കണ പോലെ കുറേ നാൾ കേടാവാതിരിക്കില്ല. ഇതൊരു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഉണ്ട ഒന്നും കൂടി നന്നായിട്ടൊന്ന് മുറുകും. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണിത്.